എല്ലാവർക്കും PSC ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ന്യൂ SCERT ആണ് എടുക്കുന്നത്. 4ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. 5ാം ക്ലാസ്സിൻ്റെ വസ്ത്രത്തിൻ്റെ 4 വഴികൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ആദിമ മനുഷ്യന് എന്തിനൊക്കെയായിരുന്നു വസ്ത്രം ഉപയോഗിച്ചിരുന്നത്, എങ്ങനെയാണ് വസ്ത്രത്തിൻ്റെ ആവശ്യകതയിലേക്ക് മനുഷ്യൻ എത്തിയത്, അതുപോലെ നിർമ്മാണ രംഗത്തെ പുരോഗതി, അതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ PSC പോയിൻറ്റ്സുകളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. വസ്ത്രത്തിൻ്റെ പ്രയോജനങ്ങൾ: തണുപ്പിൽ നിന്ന് സംരക്ഷണം, ചൂടിൽ നിന്ന് സംരക്ഷണം, ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു, പ്രാണികളിൽ നിന്ന് സംരക്ഷണം. അപ്പം നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു കവചമായിട്ടാണ് വസ്ത്രം നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയത്. ആദിമ മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ: പുല്ല്, ഇലകൾ, മരത്തോൽ അല്ലെങ്കിൽ മരവുരി, മൃഗങ്ങളുടെ തോല്, മൃഗങ്ങളുടെ രോമം. അപ്പോൾ ഈ വസ്തുക്കളൊക്കെ കൊണ്ട് മനുഷ്യൻ വസ്ത്രം നിർമ്മിച്ചു തുടങ്ങി. അങ്ങനെ നമ്മളിപ്പം പരുത്തിയിലേക്ക് എത്തി നിൽക്കുകയാണല്ലേ. മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കിയിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് ഉപയോഗിച്ചിരുന്നത് കൽസൂചിയാണ്. കൽസൂചിയുടെ ഒരു പിക്ചറും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പറഞ്ഞു, കല്ല്, കമ്പ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ മൂർച്ച കൂടിയ എല്ലും കഷ്ണം, അതൊക്കെയായിരുന്നു മനുഷ്യൻ്റെ ആയുധങ്ങൾ. അപ്പം മിനുസപ്പെടുത്തിയ കൽസൂചിയാണ് അന്ന് വസ്ത്രങ്ങൾ തുന്നിച്ചേർക്കാൻ വേണ്ടി ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നു. സിന്ധു ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നതാണ് അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ. അപ്പോൾ മനുഷ്യൻ ഇത്രയും പണ്ടുകാലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങിയത് ഫോസിൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കുഴിച്ചെടുത്തതും പുരാവസ്തു ഗവേഷണത്തിലൂടെയാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയ കുപ്പായമണിഞ്ഞ ഒരു പ്രതിമയുടെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നും ലഭിച്ച ഒരു പ്രതിമയാണ്. അപ്പം പരുത്തിയും കമ്പിളിയും സിന്ധു ജനത നിർമ്മിച്ചിരുന്നു എന്ന് നമ്മൾ ഓർത്തു വയ്ക്കണം. വസ്ത്രനിർമ്മാണ രംഗത്ത് തുടക്കത്തിൽ നീലം ചെടിയിൽ നിന്നും ഉണ്ടാക്കുന്ന ചായമാണ് വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നീലം ചെടിയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചിരുന്ന നീലമായിരുന്നു ചായം മുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി അല്ലെങ്കിൽ കോട്ടൺ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. സിന്ധു നദീതട നിവാസികളാണ് ലോകത്ത് ആദ്യമായി പരുത്തി കൃഷി ചെയ്തത്. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ്. പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും ഇന്ത്യ തന്നെയാണ്. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ പഞ്ഞി നൂലാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഖാദി യൂണിറ്റുകളിലൊക്കെ പഞ്ഞി നൂലാക്കുന്ന യന്ത്രങ്ങളും ചെറിയ കറക്കിയെടുക്കുന്ന ചർക്കകളും ഒക്കെ ഉണ്ട്. അതിലൂടെ നൂലാക്കിയെടുക്കുന്നു, പിന്നെ അത് കൂട്ടിച്ചേർത്ത് വസ്ത്രമാക്കി മാറ്റുന്നു. പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദീതീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന വ്യവസായം ചണ വ്യവസായമാണ്. അപ്പോൾ കൊൽക്കത്തയിലാണ് കൂടുതലായി ചണം കയറ്റുമതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. അപ്പോൾ ഹൂഗ്ലി നദീതീരമാണ്, അത് ഓർത്ത് വയ്ക്കുക. ചണ വ്യവസായം, ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ചണത്തിൻ്റെ തണ്ടാണ് ചണം ഉൽപ്പാദിപ്പിക്കാൻ എടുക്കുന്നത്. അത് PSCന് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ചണച്ചെടിയുടെ ഏത് ഭാഗമാണ് ചണ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്? ചണച്ചെടിയുടെ തണ്ടാണ്. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഗംഗാ തീരത്താണ്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ്, ജൂട്ട്. അപ്പോൾ യൂണിവേഴ്സൽ ഫൈബറും ഗോൾഡൻ ഫൈബറും മാറിപ്പോകാൻ പാടില്ല. ചണത്തിൻ്റെ ആ ഒരു സ്വർണ്ണ കളറ്, ആ ഒരു കളറ് ഓർത്ത് വെക്കുക, ഗോൾഡൻ ഫൈബർ. ലോകത്തിൽ ചണം ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ പരുത്തി ഉൽപ്പാദനത്തിലും ചണം ഉൽപ്പാദനത്തിലും മുന്നിലുള്ള രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖമാണ് കൊൽക്കത്ത. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ചുണ്ടാക്കിയ നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. അപ്പോൾ നെയ്ത്ത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരുത്തിയിൽ നിന്ന് നാരുകൾ ഉണ്ടാക്കുന്നു, പിന്നെ അത് കൂട്ടിച്ചേർത്ത് നെയ്ത്തിലൂടെ തുണിയാക്കി മാറ്റുന്നു. വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കിയ കണ്ടുപിടുത്തമാണ് കൈത്തറി. അപ്പോൾ ആ നെയ്യുന്ന തറി എന്ന യന്ത്രമാണ്
വസ്ത്രനിർമ്മാണ രംഗത്ത് ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു കണ്ടുപിടുത്തം. നൂല് ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്നതാണ് കൈത്തറി തുണികൾ. കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ: കണ്ണൂർ, ബാലരാമപുരം, തിരുവനന്തപുരം, കുത്താമ്പുള്ളി, തൃശ്ശൂർ. അപ്പോൾ കുത്താമ്പുള്ളി തൃശ്ശൂരാണെന്ന് ഓർത്ത് വയ്ക്കുക. കേരളത്തിലെ കൈത്തറി നഗരം എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. തെക്കൻ കേരളത്തിലെ കൈത്തറി നഗരമാണിത്, ബാലരാമപുരം. അടുത്തായിട്ട് കുറച്ച് വിശേഷണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ കൈത്തറി വ്യവസായ കേന്ദ്രമാണ് മാഞ്ചസ്റ്റർ, ഇംഗ്ലണ്ട്. അപ്പോൾ നമ്മൾ 20-ാം നൂറ്റാണ്ടിലെ വ്യവസായ വിപ്ലവമൊക്കെ പഠിക്കുമ്പോൾ ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ഉദയം ചെയ്തത്. അവിടെ നിന്നാണ് തുണി വ്യവസായത്തിൻ്റെ കേന്ദ്രം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. കൈത്തൊഴിലുകളായിട്ട് സ്ത്രീകൾ വീട്ടിൽ നിന്ന് കുടിൽ വ്യവസായം ആരംഭിക്കുന്നു. പിന്നെ അത് ചെറിയ ചെറിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിലൂടെ ഒരു വ്യവസായ വിപ്ലവത്തിലേക്ക് നയിക്കുന്നുണ്ട്. അത് ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ട് നടന്നത്. അപ്പോൾ ഏറ്റവും വലിയ കൈത്തറി വ്യവസായ കേന്ദ്രമാണ് ഇത്, മാഞ്ചസ്റ്റർ. ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്, ഗുജറാത്ത്. ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്ററാണ് കോയമ്പത്തൂർ, തമിഴ്നാട്. വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ കാൺപൂർ, ഉത്തർപ്രദേശ്. കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ കണ്ണൂർ. ഇന്ത്യയിലെ നെയ്ത്ത് പട്ടണമാണ് പാനിപ്പത്ത്, ഹരിയാന. നെയ്ത്ത് പട്ടണം പാനിപ്പത്ത്, ഹരിയാന. ആ പാനിപ്പട്ട് എന്നുള്ളൊരു ഓർത്ത് വെച്ചാൽ മതി. നെയ്ത്ത് പട്ടണം, പട്ട് നെയ്തെടുക്കുന്നുവെന്ന് കോഡായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഇന്ത്യയുടെ പരുത്തി തുറമുഖമാണ് മുംബൈ, മഹാരാഷ്ട്ര. അപ്പോൾ പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് മണ്ണിനത്തിലാണ്? കറുത്ത മണ്ണിനത്തിലാണ് പരുത്തി കൂടുതലായും ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് പറ്റുക. അതിന് നമ്മൾ കാലാവസ്ഥ, അതുപോലെ അതിനനുകൂലമായ പ്രകൃതി ഘടകങ്ങളുണ്ട്. അപ്പോൾ കറുത്ത മണ്ണിലാണ് ഏറ്റവും നന്നായിട്ട് പരുത്തി വളരുക. ആ ബസാൾട്ട് ശിലകൾ രൂപമാറ്റം, അപക്ഷയം സംഭവിച്ചുകൊണ്ടാണ് കറുത്ത മണ്ണ് ഉണ്ടാകുന്നത്. അപ്പം മഹാരാഷ്ട്ര, ഗുജറാത്ത് ആ ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണിൻ്റെ നിക്ഷേപം ഇന്ത്യയിലുള്ളത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് മുംബൈ പരുത്തി തുറമുഖമെന്ന് അറിയപ്പെടുന്നത്. അവിടെ ഉൽപ്പാദനം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ കയറ്റിവിടുന്നു. അതുകൊണ്ട് തന്നെയാണ് അഹമ്മദാബാദ് ഇന്ത്യയുടെ മാഞ്ചസ്റ്ററായി മാറിയത്. അടുത്തതായിട്ട് യന്ത്രത്തറിയുടെ കണ്ടുപിടുത്തത്തിലേക്കോ അതുപോലെ സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തത്തിലേക്കോ ഒക്കെ മനുഷ്യനെ എത്തിച്ചത് എന്താണെന്നാണ് പറയുന്നത്. നൂലുൽപാദനത്തിന് സഹായിക്കുന്ന ഉപകരണമായ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ഇതിപ്പോഴും ചേരുംപടിയൊക്കെ ആയിട്ട് കുറച്ച് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തവും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരും ഒക്കെ ആയിട്ട് PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. സ്പിന്നിങ് ജെന്നി, ജെയിംസ് ഹാർഗ്രീവ്സ്. കൈത്തറിയേക്കാൾ വേഗത്തിൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന യന്ത്രത്തറി അഥവാ പവർ ലൂം കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ടറൈറ്റ്. യന്ത്രത്തറി എഡ്മണ്ട് കാർട്ടറൈറ്റാണ്. പവർ ലൂം, പവറുള്ള കാർ എന്നോർത്ത് വയ്ക്കാം. പവർ ലൂം എഡ്മണ്ട് കാർട്ടറൈറ്റ്. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ. വസ്ത്ര ഉൽപ്പാദനം വർദ്ധിച്ചു. മനുഷ്യരുടെ അധ്വാനഭാരം കുറഞ്ഞു. വസ്ത്രങ്ങളിലെ വൈവിധ്യം, ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ വ്യാപനം. അപ്പോൾ ഈ യന്ത്രങ്ങളുടെയൊക്കെ കണ്ടുപിടുത്തം ഇങ്ങനെയുള്ള ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്കുള്ള ഒരു മാറ്റത്തിലേക്ക് നയിച്ചു. കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ അധ്വാനഭാരം കുറയ്ക്കാനും ഒക്കെ മനുഷ്യനെ സഹായിച്ചു. വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ 2 വിധത്തിലുണ്ട്. പ്രകൃതിദത്ത നാരുകളുമുണ്ട്, കൃത്രിമ നാരുകളുമുണ്ട്. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന നാരുകളാണ് പ്രകൃതിദത്ത നാരുകൾ. അതിന് എക്സാമ്പിൾ നാര്, കമ്പിളി. എന്തിൽ നിന്നാണ് എടുക്കുന്നത്? ചെമ്മരിയാടിൻ്റെ രോമത്തിൽ നിന്നാണ് കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്നത്. പട്ടുനൂൽപ്പുഴു. സസ്യങ്ങളിൽ നിന്നുള്ള പ്രകൃതിദത്ത നാരുകളാണ് പരുത്തി ചെടിയിൽ നിന്ന് പരുത്തി എടുക്കുന്നു, അതുപോലെ ചണച്ചെടിയിൽ നിന്നും ചണം എടുക്കുന്നു. പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നാരുകളാണ് കൃത്രിമ നാരുകൾ. അതിന് എക്സാമ്പിളാണ് പോളിസ്റ്ററും നൈലോണും റയോണും. പോളിയസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവയാണ് കൃത്രിമ നാരുകൾക്ക് ഉദാഹരണം. കൃത്രിമ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങളുടെ മേന്മകൾ എന്തൊക്കെയാണ്? ഉൽപ്പാദന ചെലവ് കുറവാണ്, പെട്ടെന്ന് ചുളിവുണ്ടാകില്ല. നമുക്ക് ഓർത്തിരിക്കാം, പോളിസ്റ്ററിൻ്റെ തുണികളൊന്നും നമ്മൾ തേക്കാതെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ചുളിവുണ്ടാകാറില്ല, അതുപോലെ ഉൽപ്പാദന ചെലവും കുറവാണ്.
വസ്ത്രധാരണത്തിലെ വൈവിധ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: കാലാവസ്ഥ, ആചാരം, തൊഴിൽ, കലാരൂപങ്ങൾ, ആധികാരിക സ്ഥാനങ്ങൾ, പ്രാദേശിക വ്യത്യാസം. ഇപ്പോൾ ഓരോ പ്രദേശത്തും ഓരോരോ വസ്ത്ര രീതികളാണ്. ചൂട് കൂടിയ സ്ഥലത്ത്, അതുപോലെ തണുപ്പ് കൂടിയ സ്ഥലത്ത് അതിനൊക്കെ നമ്മൾ വേറെ വേറെ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് വരുന്നു. അതുപോലെ തന്നെ ആചാരവുമായിട്ടും തൊഴിലായിട്ടും കലാരൂപങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് വസ്ത്രവൈവിധ്യങ്ങൾ നിലവിലുണ്ട്. തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലത്താണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. അപ്പോൾ നമ്മൾ ലോകത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് കഴിഞ്ഞ് കേരളത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ കുറച്ച് പോയിൻറ്റ്സാണ് ഇനി വരുന്നത്. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നത് തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗ പ്രദേശവും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും പിന്നെ കന്യാകുമാരി ജില്ലയുമായിരുന്നു. കന്യാകുമാരി ജില്ല നമ്മുടെ കേരളത്തിൻ്റെ രൂപീകരണത്തിൻ്റെ സമയത്ത് നമ്മൾ തമിഴ്നാടിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. തിരുവിതാംകൂർ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായത് 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ, അതായത് ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾ മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള. അപ്പോൾ വസ്ത്രം ധരിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി ചാന്നാർ സ്ത്രീകൾ നടത്തിയ സമരമായിരുന്നു മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള. തെക്കൻ കേരളത്തിൽ താഴ്ന്ന ജാതിക്കാർ എന്നറിയപ്പെടുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1859 അപ്പം ചാന്നാർ ലഹള നടന്നത്. ആ വർഷം ചോദിക്കാറുണ്ട്. ചാന്നാർ ലഹള നടന്ന വർഷം 1859. ആരാണ് അതിന് അനുവദിച്ചു കൊടുത്തത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1859 ജൂലൈ 26 ആ വിളംബരം ഉണ്ടായത്. ആ ഡേറ്റും കൂടി ഓർത്തു വയ്ക്കണം. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ വിദേശികൾ പോർച്ചുഗീസുകാർ. അവരുടെ രാജ്യമാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. പോർച്ചുഗീസുകാർ പോർച്ചുഗൽ, ഡച്ചുകാർ നെതർലൻഡ്സ്, ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ട്, ഫ്രഞ്ചുകാർ ഫ്രാൻസ്. ഇന്ത്യയെ ഏറ്റവും കൂടുതൽ കാലം കോളനിയാക്കി വെച്ചിരുന്ന വിദേശികളാണ് ഇംഗ്ലീഷുകാർ. യൂറോപ്യർ തുണി വ്യവസായത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോവുകയും യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിൽ വിറ്റഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോവുകയും അവിടുത്തെ യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ കൂടുതൽ തുണികൾ ഉൽപ്പാദിപ്പിച്ച് തിരിച്ച് ഇന്ത്യയിൽ തന്നെ അത് വിറ്റഴിക്കുകയും ചെയ്തു. അന്നൊക്കെയാണ് ചമ്പാരൻ സത്യാഗ്രഹമൊക്കെ കൂടുതലായ തീൻഘടിയ സമ്പ്രദായത്തിലൂടെ നീലം കൃഷി ചെയ്യിക്കാൻ ഇംഗ്ലീഷുകാർ നമ്മുടെ കൃഷിയിടങ്ങളിലെ നീലം കൃഷിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും 2/3 ഭാഗം കൃഷിയിടം നീലം കൃഷിക്കായി മാറ്റിവെക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെതിരെ നടന്ന സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അതിന് തീൻകടിയ എന്ന സമ്പ്രദായം എന്നും പറയാറുണ്ട്. അപ്പോൾ ആ ഒരു അസംസ്കൃത വസ്തുക്കളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് നീലം ഇവിടെ നിർബന്ധിച്ച് ഇംഗ്ലീഷുകാർ ഉൽപ്പാദിപ്പിക്കാൻ പറഞ്ഞിരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1905 ഓഗസ്റ്റ് 7. അപ്പോൾ ഗാന്ധിജിയൊക്കെ കൈത്തറിയെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ കാരണം ഇതായിരുന്നു. വിദേശ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുകയും അതുപോലെ സ്വദേശ വസ്തുക്കളുടെ ഉൽപ്പാദനം കൂട്ടുകയും എന്നായിരുന്നു ഗാന്ധിജിയുടെയൊക്കെ ലക്ഷ്യം. സ്വദേശി പ്രസ്ഥാനം 1905 ഓഗസ്റ്റ് 7. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നതിന് കാരണം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഓഗസ്റ്റ് 7 ആയതിനാലാണ്. 2015 മുതലാണ് ഓഗസ്റ്റ് 7 കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത്. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ഇത്, സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക, സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നം ചർക്ക. അപ്പോൾ ചർക്കയിൽ നൂൽ നിൽക്കുന്ന ഗാന്ധിജിയുടെ ഒരു പിക്ചറും അവിടെ കൊടുത്തിട്ടുണ്ട്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സ്വദേശി വസ്ത്ര പ്രചാരണി സഭ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. അപ്പോൾ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക, ആരാണ് ആരംഭിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. സ്വദേശി വസ്ത്ര പ്രചാരണി സഭ, ബാലഗംഗാധര തിലക്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ച വർഷം
1918. അപ്പോൾ ഖാദി പ്രസ്ഥാനം എപ്പോഴാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത്? ആ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1918. ഖേദ സത്യാഗ്രഹവും ആ വർഷം തന്നെയാണ്. അപ്പം ഖേദ ഖാദി എന്നുള്ളൊരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു കോഡ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഖാദി പ്രസ്ഥാനം 1918. ചർക്കയിൽ നൂൽ നൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. പരസ്യങ്ങൾ, സിനിമകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ വസ്ത്രധാരണ രീതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പരസ്യങ്ങൾ, സിനിമകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഏത് ടൈപ്പിലുള്ള വസ്ത്രം പോലും നമുക്ക് കിട്ടാവുന്ന വിപണിയാണുള്ളത്. അത്രയ്ക്കും വസ്ത്രരംഗമൊക്കെ വികസിച്ചു വന്നു. വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകളാണ് പറയുന്നത്. നൂൽനൂൽപ്പ്, നെയ്ത്ത്, ചായമുക്കൽ, വസ്ത്രാലങ്കാരം, തുന്നൽ, എംബ്രോയിഡറി, ഡിസൈനിങ്. അപ്പോൾ ഇത്രയും ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മുടെ ഒരു വസ്ത്രം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഡേറ്റുകളും അതുപോലെ വിശേഷണങ്ങളുമൊക്കെ, വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ, യന്ത്രങ്ങളുടെ സഹായത്തോടെ മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ച കാര്യങ്ങൾ, അതൊക്കെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ തന്നെയാണ്. PSCക്ക് ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.